ശ്രീ AC മൊയ്തീൻ. സർ, കേന്ദ്ര സർക്കാർ RSSൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നല്ല പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കരിക്കുലത്തിലും സിലബസിലും തങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങൾ ഈ റെഗുലേഷൻ്റെ ഭാഗമായി സർക്കാർ കാണുന്നുണ്ടോ എന്നുള്ള കാര്യവും, അങ്ങനെയാണെങ്കിൽ അപകടകരമായ ഈ നീക്കത്തെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ചെറുക്കാൻ കഴിയുക എന്ന് സർക്കാർ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളതുമാണ് എൻ്റെ ചോദ്യം. വൈസ് ചാൻസലർ നിയമനത്തിൽ ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായവർക്ക് മാത്രം കടന്നു വരാവുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസിൻ്റെ ഉള്ളടക്കമായി കാണപ്പെടുന്നത്. വൈസ് ചാൻസലർ നിയമനത്തിന് ചാൻസലറുടെ പ്രതിനിധിയും UGCയുടെ പ്രതിനിധിയും സർവകലാശാലയുടെ പ്രതിനിധിയും എന്ന രൂപത്തിലുള്ള നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുക ചാൻസലറുടെ പ്രതിനിധിയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും വൈസ് ചാൻസലർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കാൻ സാധ്യതയുള്ള വിധത്തിലായിരിക്കും നിയമനം നടക്കുക എന്നുള്ള ആശങ്ക വലിയ തോതിൽ ഇന്ന് രാജ്യമെമ്പാടും ഉയർന്നു വരുന്നുണ്ട്. സമാന മനസ്കരായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈയിടെ കർണാടക ഗവൺമെൻറ്റും ഒരു കോൺക്ലേവ് വിളിച്ചു ചേർക്കുകയുണ്ടായി. ഞാനും അതിൽ പങ്കെടുക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഈ UGC ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസിലുള്ള പ്രതിലോമകരമായിട്ടുള്ള അംശങ്ങൾ ചെറുക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മതനിരപേക്ഷ സ്വഭാവം കാത്തു സംരക്ഷിക്കുന്നതിന് അത് അനിവാര്യമായ ഒന്നാണ്. അതിൻ്റെ ജനാധിപത്യ സ്വഭാവവും അക്കാഡമിക് ക്വാളിറ്റിയും സംരക്ഷിക്കുന്നതിന് ഈ പുതിയ ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസിൻ്റെ ഉള്ളടക്കത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലപാട് സ്വീകരിക്കപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കൊളാബറേറ്റീവായിട്ടുള്ള ഒരു സമീപനം സംസ്ഥാന ഗവൺമെൻറ്റുകളോടുകൂടി ഈ കാര്യത്തിൽ ആശയവിനിമയം നടത്തുക എന്നുള്ള പ്രാഥമികമായ ജനാധിപത്യ ഉത്തരവാദിത്തം UGC നിറവേറ്റേണ്ടതുണ്ട് എന്ന് കൂടി ഈ സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന വിവരം കൂടി ബഹുമാനപ്പെട്ട അംഗത്തെ ഞാൻ അറിയിക്കുകയാണ്. കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കിക്കൊണ്ട് നമ്മുടെ ആശയ കേന്ദ്രങ്ങളെ സമ്പൂർണമായും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ള വളരെ ഗൂഢമായിട്ടുള്ള ഉദ്ദേശം ഇതിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആശയപരമായ ഇൻഫിൽട്രേഷനിലൂടെ രാഷ്ട്രീയ അധികാരം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം എന്നുള്ളത് വളരെ സുവ്യക്തമായ നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. തീർച്ചയായും അത് ചെറുക്കപ്പെടേണ്ടതാണ്. സർ, ഈ UGC റെഗുലേഷൻ പുറപ്പെടുവിക്കുന്നത് അധ്യാപകരുടെ യോഗ്യതകളെ നിയന്ത്രിക്കാനോ റെഗുലേറ്റ് ചെയ്യാനുള്ളതാണ് 26E എന്നുള്ള UGC വകുപ്പ്. ആ വകുപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് റെഗുലേഷൻ വരുന്നത്. യഥാർത്ഥത്തിൽ വൈസ് ചാൻസലർ എന്നുള്ളത് ഒരു അധ്യാപകൻ അല്ലാത്തിടത്തോളം കാലം UGCക്ക് അത് സംബന്ധിച്ച് റെഗുലേഷൻ നടത്താനുള്ള അധികാരം പാർലമെൻറ്റ് നൽകിയിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വൈസ് ചാൻസലർമാരുടെ നിയമനത്തെ സംബന്ധിച്ചുള്ള UGC റെഗുലേഷൻ UGC നിയമത്തിന് അൾട്രാവയറാണ്. അതോടൊപ്പം തന്നെ ഭരണഘടനയുടെ എൻട്രി 32 റെഗുലേഷൻ ഓഫ് ദ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റിൻ്റെതാണ്. യൂണിയൻ ലിസ്റ്റ് 44 റെഗുലേഷനിൽ പറയുന്നത് എക്സെപ്റ്റ് യൂണിവേഴ്സിറ്റീസ് എന്നാണ്. അത് പൂർണ്ണമായിട്ടും ഭരണഘടന മാത്രമല്ല UGC നിയമത്തിന് അൾട്രാവയറായിട്ടുള്ള ഒന്നാണ്. വൈസ് ചാൻസലർമാരുടെ നിയമനവും റെഗുലേഷനും പൂർണ്ണമായിട്ടും സംസ്ഥാനത്തിന് അധികാരപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് റെഗുലേഷൻ തന്നെ നിയമവിരുദ്ധമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്.